ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് അപ്പോൾ രാഹുലും ഉബേനിയും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു, ട്രിവാൻഡ്രത്തോട്ട് വരാൻ പറഞ്ഞു. ട്രിവാൻഡ്രത്ത് വന്നു. അപ്പോഴവർ വന്നു. വന്നിട്ട് എന്നെ വിളിച്ചു, ഒന്ന് ലൊക്കേഷൻ അയക്കോ, ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി, നെടുമങ്ങാടെത്തി, അവിടെ വരെ. അപ്പം ഞാൻ പറഞ്ഞു ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു. അങ്ങനെ രാഹുലും ഉബേനി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അന്ന് എൻ്റെ വാപ്പ മരിച്ചതാണ്. കേൾക്കുന്ന പ്രേക്ഷകൻ ഇതെന്താണ് ബാപ്പ ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ കേട്ടേന്ന്, അതല്ല. പുള്ളിയുടെ ഉള്ളിൽ ഇദ്ദേഹത്തിനെ പ്രൊഫഷണലിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്രയൊന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് പുള്ളി ആ ഇമോഷണലിൽ നിന്ന് കുറെ പേര് പറഞ്ഞില്ല, ലാലേട്ടന്റെ അമ്മ വെച്ചപ്പോൾ ലാലേട്ടൻ ചിരിച്ചത്, അത് കലാകാരന്റെ ഒരു ചിരിയാണത് അല്ലേ. അത് കുറെ പേര് കുറ്റം പറയാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വല്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ടും പുള്ളി അതിങ്ങനെ കേൾക്കുന്നില്ല, പക്ഷെ പുള്ളി ആ പ്രോസസ്സിലാണ്. ലാലേട്ടനെ മരിച്ച കാണാൻ പോയി ഞാൻ മുളമൂള് വീട്ടില്. അപ്പം അമ്മ ഇങ്ങനെ കിടക്കുക, ലാലേട്ടൻ ഓപ്പോസിറ്റ് വൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആനണിച്ചേട്ടൻ എൻ്റെ കൈ പിടിച്ചിട്ട് ലാലേട്ടനെ അങ്ങോട്ട് ഇങ്ങനെ ആക്കി. എനിക്കിത് വാട്ട് ടു സേ, നമുക്ക് അതിനൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ തറയിലിങ്ങനെ ഇരുന്നു, ലാലേട്ടൻ ഇങ്ങനെ നോക്കി, ലാലേട്ടാ നീലിന് സുഖമാണോ, നീലിന് സുഖമാണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ ആ നീലിന് സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് നേരം കയ്യിലേക്ക് ഇങ്ങനെ തട്ടി കുറച്ച്. ഹി ആസ്റ്റ് നീലിന് സുഖമാണോ എന്ന് ആ സമയത്ത് ചിരിച്ചു. നമ്മൾ പറയുന്നത് ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വേറെയാണ്, പരിപാടിയാണ്. ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലം ഉണ്ട് ഈ സിനിമയിൽ. എൻ്റെ ബിബിൻ്റെ ഷൈൻ ചേട്ടൻ്റെ ഇവർക്ക് എൻ്റെ ഇല്ല. ഞാൻ അവിടെ അങ്ങനെയാണ് ജനിച്ചത്. ഞാൻ അവിടെ ജനിച്ച് വീഴുന്നേ ഉള്ളൂ ആ പ്രായത്തിൽ. എന്റെ ശുക്രൻ തെളിഞ്ഞു എന്ന് തോന്നിയ ഒരു നിമിഷം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ? പുള്ളിക്ക് കണ്ണൂർ സ്കോഡ്, എനിക്ക് ബോംബ് കഥ, ഇവന് 18-ാം പടി, ഇവർക്ക് ശുക്രൻ, തുഷാരപ്പിള്ള, ഇഷ്ടം പോലെ ശുക്ര ഉദിച്ച് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പൈസ കൊണ്ട് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? ഞാൻ എന്റെ സിമ്മ് പറ്റും, ഇല്ലെങ്കിൽ എല്ലാവരും ശ്രീനേട്ടന്റെ പട്ടണപ്രവേശത്തിലെ ക്യാരക്ടറില് അങ്ങനത്തെ ക്യാരക്ടറാണ് ഒരു മനുഷ്യനാവേണ്ടത്. അതായത് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തരുന്നത് എന്താണോ, പണിയെടുത്ത് അങ്ങനെ പോലീസുകാരനാണ്, പാത്രം കഴുകുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾ ആലോചിക്കണം ശ്രീനേട്ടന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത. നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതിന്റെ ഒരു തത്വം പുള്ളി പറയുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ഫോക്കസ് ഔട്ടിന് പല ആളുകളും വരും. ആ പെണ്ണിനോട് പറയുന്നുണ്ട് ഡിസ്ട്രാക്ഷൻ പാടില്ല. അത് രണ്ടാമത്തെ തത്വം. മൂന്നാമത്തെ തത്വം ശ്രീനേട്ടൻ പറയുന്ന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ പെടാൻ പോകുമ്പോ അയാളെ ഉപദേശിക്കുക. അതാണ് തിലകനോട് പറയണേ, എന്റെ പൊന്നു സാറേ നട്ടല് വെള്ളമാകും, പണിയെടുത്ത്. 3 കാര്യങ്ങളാണ് ആ ക്യാരക്ടർ പഠിപ്പിക്കുന്നത്. അങ്ങനെ വേണം മനുഷ്യൻ. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ശുക്രൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 5 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം, നമസ്കാരം. സിനിമയുടെ പേര് ഭയങ്കര പോസിറ്റീവ് ഉള്ളതാണ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഈ സിനിമയുടെ പേര് ശുക്രൻ എന്നാന്ന് തോന്നിയപ്പോൾ ആദ്യം ഓർമ്മ വന്നത് എന്താ? ശുക്രൻ തെളിയുന്നാണോ? എല്ലാവരും അങ്ങനെയാണല്ലോ, അതാണ്. ചെറുതായിട്ട് വേറെ എവിടെയായിരുന്നു, ഇപ്പൊ ഒരു സ്ഥലത്ത് ദുബായി പോയി വന്നു. അല്ല, ശുക്രൻ തെളിഞ്ഞെന്ന് പറയുന്നത്, ഞാൻ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് അപ്പോൾ രാഹുലും ഉബേനിയും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു, ട്രിവാൻഡ്രത്തോട്ട് വരാൻ പറഞ്ഞു. ട്രിവാൻഡ്രത്ത് വന്നു. അപ്പോഴവർ വന്നു. വന്നിട്ട് എന്നെ വിളിച്ചു, ഒന്ന് ലൊക്കേഷൻ അയക്കോ, ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി, നെടുമങ്ങാടെത്തി, അവിടെ വരെ. അപ്പം ഞാൻ പറഞ്ഞു ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു. അങ്ങനെ രാഹുലും ഉബേനി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അന്ന് എൻ്റെ വാപ്പ മരിച്ചതാണ്. അങ്ങനെ അവർ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ എന്തായാലും പറയാതെ തന്നെ അവർ വിളിച്ചു വരുത്തി. അങ്ങനെ വന്നു. പിന്നെ അവർ മിണ്ടാതിരുന്നു. പിന്നെ ഇത്ര ദൂരം വന്നല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് കഥ കേട്ടു. അവിടെ നിന്ന് തന്നെ കഥ കേട്ടു. കഥ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താണ് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. എൻ്റെ കിളിയെല്ലാം പോയി നിൽക്കുന്ന സമയമല്ല. പിന്നെ ഷൂട്ടിൻ്റെ അന്ന് പോയപ്പോഴാണ് ഞാൻ അവരെ വിളിച്ചിട്ട്, അന്ന് എനിക്ക് കഥ എനിക്ക് ഒന്നും പിടിയിട്ടിട്ടില്ല, ഒന്ന് കഥ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ അന്ന് പോയിട്ടാണ് ഞാൻ ഇതിൻ്റെ കഥ കേൾക്കുന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്തത് ഒരു പരിപാടിയായിരുന്നു.
അപ്പൊ ശുക്രൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതൊരു ഇമോഷണൽ സൈഡാണ്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ കലാകാരന്മാർക്ക് ആലോചിക്കുന്നത് വാപ്പ എൻ്റെ കലാജീവിതത്തിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, വ്യക്തിയാണ്. ഭയങ്കര സപ്പോർട്ടായിരുന്നു. പണ്ട് മിമിക്രി കളിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെറിയൊരു ട്രൂപ്പ് തട്ടിക്കൂട്ടി പ്രൊഡ്യൂസർ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. പ്രോഗ്രാം ഡോസ് കൊണ്ട് പകുതിയിൽ നിന്നു. അങ്ങനെ വാപ്പയാണ് പ്രൊഡ്യൂസറായി മാറിയതല്ല, ഞങ്ങൾക്ക് 3 നേരം ഭക്ഷണവും തന്നു, ഞങ്ങൾക്ക് സ്റ്റേജ് കെട്ടാനുള്ള കയറ്, അങ്ങനെ കുറെ ഇതൊക്കെ വാങ്ങി തന്നു. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും പറഞ്ഞു, നിന്റെ വാപ്പയാണോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് കലാജീവിതത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടുപേര് എറണാകുളത്ത് നിന്നല്ലേ വന്നു അവർ. എറണാകുളത്ത് നിന്ന് ഇത്രയും ദൂരം കഥ പറയാൻ വന്നപ്പോൾ ഞാൻ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിയിരുന്നത്, ഞാൻ വീടിൻ്റെ പുറകെ സൈഡ് ചേർത്ത് ഞാൻ അവർ കുറേ നേരം ഇരുന്ന് എന്നിട്ട് ഞാൻ പിന്നെ കഥ പറയാൻ പറഞ്ഞു. വേണ്ട, അവരും വേണ്ടാന്ന് പറഞ്ഞു. നമ്മളില്ല പറഞ്ഞോ കുഴപ്പമില്ലാന്ന്. അങ്ങനെ അപ്പോൾ വാപ്പ അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് പിന്നെ അവരെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. കേൾക്കുന്ന പ്രേക്ഷകൻ ഇതെന്താണ് ബാപ്പ ഇത് ചെയ്തപ്പോ ഇങ്ങനെ കേട്ടേന്ന്, അതല്ല. പുള്ളിയുടെ ഉള്ളില് ഇദ്ദേഹത്തിനെ പ്രൊഫഷനിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് പുള്ളി ആ ഇമോഷണലിൽ നിന്ന് കുറെ പേര് പറഞ്ഞില്ല, ലാലേട്ടന്റെ അമ്മ ലാലേട്ടൻ ചിരിച്ചത് അത് കലാകാരന്റെ ഒരു ചിരിയാണത് അല്ലേ. അത് കുറെ പേര് കുറ്റം പറയാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വല്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ടും പുള്ളി അതിങ്ങനെ കേൾക്കുന്നില്ല, പക്ഷെ പുള്ളി ആ പ്രോസസ്സിലാണ്. അതാണ് അതൊരു ലാലേട്ടനെ മരിച്ച കാണാൻ പോയി ഞാൻ മൂന്ന് വീട്ടില്. അപ്പം അമ്മ ഇങ്ങനെ കിടക്കുക, ലാലേട്ടൻ ഓപ്പോസിറ്റ് വൈറ്റ് കെട്ടിക്കിട്ടിരിക്കും. അപ്പം ഞാൻ വിളിച്ചത് ആലണി ചേട്ടൻ എൻ്റെ കൈ പിടിച്ചിട്ട് ലാലേട്ടനെ അങ്ങോട്ട് ഇങ്ങനെ ആക്കി. എനിക്കിത് വാട്ട് ടു സേ, നമ്മൾ അതിനൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ തറയിലിങ്ങനെ ഇരുന്നു, ലാലേട്ടൻ ഇങ്ങനെ നോക്കി, നീലിന് സുഖമാണോ എന്ന് ചോദിച്ചത്. ഞാൻ ആ നീലിന് സുഖമായിട്ടിരിക്കുന്നു. പുള്ളിങ്ങനെ കുറച്ച് കയ്യിലേക്ക് ഇങ്ങനെ തട്ടി കുറച്ച് ഹി ആസ്ക്ഡ് നീലിന് സുഖമാണോ എന്നാ സമയത്ത് നമ്മ പറഞ്ഞ പ്രോസസ് എന്ന് പറയുന്നത് വേറെയാണ്. അല്ല, അത് ഇപ്പൊ ഞാൻ ഒരുപാടൊക്കെ കേട്ടിട്ടുള്ളത്. കാരണം പണ്ട് നമ്മുടെ നാടക കലാകാരന്മാര് അച്ഛൻ്റെ ചിതയിൽ അവര് തീ കൊളുത്തിയിട്ടാണ് അന്ന് നാടക വണ്ടി, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇഷ്ടംപോലെ പ്രൊഫഷണൽ നടന്മാർ ചെയ്തിട്ടുള്ള അച്ഛൻ മരിച്ച് അച്ഛനോ അമ്മയോ മരിച്ചവര് ചിത കൊളുത്തിയിട്ട് നിൽക്കുമ്പോഴേക്കും നാടക വണ്ടി ഒന്ന് വീടിന്റെ പുറകെ നിൽക്കുന്നത്. അവരത് കഴിഞ്ഞ് നേരെ നാടകം കളിക്കാൻ പോയേ പറ്റുമോ അവർക്ക്. കാരണം അതിൽ നിന്ന് ഒരാൾ പോയി ആ നാടകം പൊളിഞ്ഞു, ബാക്കി 10-12 പേര് നാടകം കളിക്കാൻ പോകുന്നു. അപ്പൊ അത് കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. അപ്പൊ അല്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ ഇത്ര ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞിട്ട് പൊയ്ക്കോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും കാണണ്ടേന്ന് അവര് പറയുന്നില്ല, ഒരിക്കലും പറഞ്ഞു. ഞാൻ നിർബന്ധിച്ച് പറയിച്ചു, നീ പറഞ്ഞു. പക്ഷെ എന്താണ് പറഞ്ഞത് ദൈവസത്യം, ഞാൻ പുള്ളിക്കത് ഇമോഷണലി കണക്റ്റഡ് ആണ് ശുക്രൻ, അതാണ് പറഞ്ഞു വന്നത്. ശുക്രൻ എന്ന് കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മയിരുന്നേ പാപ്പയുടെ ഒരു വിഷ് സിനിമയ്ക്ക് എന്തായാലും ഉറപ്പായിട്ടും. അപ്പൊ ഇതൊരു ശുക്രനായി മാറട്ടെ ദൈവമേ. നിങ്ങൾക്കിപ്പോ ഓരോ സിനിമ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടാവും, എല്ലാം പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. ഈ ശുക്രനിൽ ഇന്നാവുള്ള ഒരു റീസൺ എന്താ, അതിനൊരു കാരണം എന്താ നിങ്ങൾക്ക് 5 പേരിലും ചോദിക്കുകയാണെങ്കിൽ? അല്ല, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ശുക്രൻ എൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ബേസിക്കലി നമ്മൾ ഇന്നാക്കുന്നത് സ്ക്രിപ്റ്റാണ്. പിന്നെ ആ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞ വേറൊരു പരിപാടി, വേറെ വലിയ പടത്തിന് വേണ്ടി എൻ്റെ ബോഡിയൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്ത് 6 പാക്ക് ഒക്കെ അങ്ങനെ ഒരു ഭയങ്കര 6 മാസം തമിഴ് പടമൊക്കെ വന്നതൊക്കെ മാറ്റി, പാണ്ഡ്യാസാന്റെ പടമൊക്കെ വന്നത് അതൊക്കെ മാറ്റി വെച്ചിട്ട് പറ്റിയില്ല. മാറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കമ്മിറ്റഡ് ആണ്, ഒന്നും വർക്ക്ഔട്ടും കാര്യം. പക്ഷെ മാർക്കോയുടെ റിസംബ്ലൻസ്, മാർക്കോ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ട്രാക്കോട്ട് ഒരുപാട് ഇതുള്ള എൻ്റെ വിഷ്വലും എൻ്റെ കാര്യങ്ങൾ മൊത്തം ഞങ്ങളത് ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞു, പടം നമ്മൾ ഇത് ചെയ്യുന്നു, നിർത്തേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് വാക്യൂം ഉള്ള സമയത്താണ് എനിക്ക് അടുത്ത വർഷം ജാൻ 1 തുടക്കം, ന്യൂ ഇയറിൻ്റെ ഒരു തുടക്കത്തിലേക്കാണ് ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വേണ്ടത്തേക്ക് വന്ന് കഥ പറഞ്ഞത്. അപ്പം തന്നെ എനിക്ക് വർക്കാവുള്ള പ്രധാന കാര്യം സ്ക്രിപ്റ്റും, 2 ഞാൻ ഇതുവരെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുതരം ക്യാരക്ടർ, അതിന്റെ വേർഷൻ കണ്ടിട്ടില്ല. ഇപ്പം ഹിമാലയത്തിലെ കശ്മീർ എന്ന് പറയുന്ന ഒരു റീജിയണൽ കോമഡി തുടക്കക്കാരനാണ്, പലർക്കും അറിയില്ല. അതിൽ ത്രൂ ഔട്ട് കോമഡി ആണ് ഞാൻ ചെയ്തോണ്ട്. പിന്നെ 18-ാം പടി ശേഷം കൂടുതലും ത്രില്ലർ പരിപാടികൾ, ഫിനിക്സ് പോലുള്ള സീരിയസ് എൻഡിങ് പരിപാടി. ഇത് ജോവിയൽ, ലൗഡ് കോമഡിയൊക്കെ ക്രാക്ക് ചെയ്യുന്ന, സുഹൃത്തുക്കളെടുത്ത് അടിച്ചു പൊളിക്കുന്ന, അതിന് വാല്യൂ കൊടുക്കുന്ന, എന്നാ ഫൈറ്റ് ചെയ്യുന്നത്, എന്നാ വിഷമിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു രസമുള്ളൊരു പാക്കേജാണ് അത്. അതിന്റെ കൂടെ ഈ ആർട്ടിസ്റ്റുകളാണെന്ന് പറയുമ്പോൾ അത് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു സെറ്റും രീതികളും ആളുകളും. വളരെ ഹംബിൾഡ് ആയിട്ടുള്ള, അവർ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, അവരുടെ
സിനിമയിടത്തുള്ള പാഷൻ ഭയങ്കരമാണ്. ഇതിനകത്ത് ജീമോൻ സാർ പ്രൊഡ്യൂസർ പോലും അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അത് ഏറ്റെടുക്കുക പുള്ളി. അതാ ഞാൻ പറഞ്ഞു, ഇതൊരു പ്രൊമോഷനാണിത്. പ്രൊഡ്യൂസർ അത് ഈ പടം ഏറ്റെടുക്കുന്ന ഒരു പ്രൊമോഷനാണ്. പുള്ളി ഇത് കണ്ടതിന് ശേഷമാണ് പടത്തിന്റെ ഒരു ടോട്ടാലിറ്റി പറഞ്ഞ് അതിന്റെ പരിപാടികളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പുള്ളി പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ കോൺഫിഡൻസോടെ നിൽക്കുന്നത്. അത് ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവരും ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. ഈ മലയാള സിനിമയ്ക്ക് ഒരു സുന്ദരി കൂടെ കിട്ടിയിട്ടുണ്ട്, കൊച്ചു സുന്ദരി. എങ്ങനെ ഈ സിനിമയിലേക്ക് വരുന്നത്? ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചത് അനുക്കുട്ടൻ ചേട്ടനാണ്. പിന്നെ രാഹുലേട്ടനും ഉപേനി ചേട്ടനൊക്കെ കാസ്റ്റ് ചെയ്ത് വിളിച്ചാണ് മൂവിയിലേക്ക്. കറക്റ്റ് നായികയുടെ അതേ ഫേസ് കട്ട്. എങ്ങനെ ഇത് കാസ്റ്റിംഗ് എടുത്തു സെലക്ട് ചെയ്തെന്നാണ്? ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലം ഉണ്ട് സിനിമ. എന്റെ ലിവിന്റെ ഷൈൻ ചേട്ടന്റെ ഇവർക്ക് എന്റെ അല്ല, ഞാൻ അന്ന് പുള്ളി തന്നെയാണ് പുള്ളിയുടെ കുട്ടിക്കാലം ചെയ്യണം. ഞാൻ അവിടെ ജനിച്ച് വീഴുന്നത് ആ പ്രായത്തിൽ. ഊഹിച്ചെടുക്കണം ഞാൻ ജനിച്ചത്, ഞാൻ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ കുട്ടിക്കാലം ക്യാഷ് ചെയ്തപ്പോ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാതെ കാഴ്ചയിൽ അവര് പെരുമാറ്റൊക്കെ ഇപ്പൊ ആദ്യം കൊണ്ട് ഈ മോളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് തോന്നും കുട്ടിക്കാലാണ്. എന്റെ ചെറുപ്പം കേട്ടോ, ആ പയ്യനും എന്നെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി തന്നെ. അവൻ എന്റെ നടത്തം പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ സിനിമകൾ എടുത്തിട്ട് കണ്ടിട്ട് എന്നിട്ടാണ് അവൻ ചെയ്തത്. ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇത്തിരി കൂടി പോവാറുണ്ട് ചെയ്യുമ്പോ. എനിക്ക് കറക്റ്റ് നടത്തുമായിരുന്നു. എക്സലന്റ് ആക്ടറാണ്. നിങ്ങളുടെ സിനിമ കാണുമ്പോൾ കുട്ടിക്കാലം കൂടെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാ ഇവരുടെ പെർഫോമൻസ്? വെറുതെ ഇരിക്കുമ്പോൾ ഇവനിത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇങ്ങനെ നടന്ന്. ഇപ്പൊ എന്നോട് മറ്റു സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് തോന്നും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആർട്ടിസ്റ്റും പറയാൻ പറ്റുന്നില്ല. ആർട്ടിസ്റ്റിന് അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മളെക്കാട്ടും നമ്മൾ എന്ത് നമ്മൾ ചൈൽഡ് തോന്നും. നിങ്ങൾ ആർട്ടിസ്റ്റ് അവരൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ചിലപ്പോ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു വെൽക്കം. സിനിമയിലുള്ള എല്ലാവർക്കും സപ്പോർട്ട് കൊടുത്തേ വരും. കാരണം എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചാൽ നമ്മൾ സിനിമ നന്നാവും. എല്ലാവരും നന്നായിട്ട് അഭിനയിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, പറ്റുന്നത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, ഇത് ചെയ്താൽ ശരിയാവും. ചേച്ചി എങ്ങനെ ഈ സിനിമയുടെ ഭാഗമാവണം? കുറെ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പം നമുക്കൊരു ആർട്ടിസ്റ്റ് ചില്ലറെ നമുക്ക് ഫീൽ ചെയ്യല്ലോ. അത് നമുക്ക് ചേച്ചി വൈബാണ് കിട്ടുക. കയറി ഒന്ന് സംസാരിക്കാൻ ജാടി ഒന്നും ഇടാതെ കൂട്ടത്തിൽ ഒരാൾ ഫീലാണ്. ഇത് ഒന്ന് ഇതിന്റെ കഥ കേട്ട് കഴിയുമ്പോൾ തന്നെ ഇഷ്ടം. പിന്നെ നമ്മുടെ കുറച്ച് മാത്രമേ പറയും, മൊത്തത്തിലുള്ള കഥ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയും വലിയ താരങ്ങളുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവരും. ഇത് പിന്നെ എന്റെ മോനായിട്ട് വേറെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ആ പടത്തിൽ അടുത്ത പടത്തിൽ മോനായി. അങ്ങനെയാണ്. അങ്ങനെ ഈ ലോറിക്ക് എന്തെങ്കിലും കഥയായിട്ട് കഥാപാത്രമായിട്ടാണോ അത് ചുറ്റിപ്പറ്റിയിട്ടാണോ കഥകൾ പോകുന്നത്? ലോറി തന്നെയാണ് ഇതിന്റെ ഒരു ഐക്കോണിക് എന്ന് പറഞ്ഞ സാധനം അല്ലേ? ജഡായു എന്നാണ്. ജഡായുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ജഡായു എന്ന് പറഞ്ഞാൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് രക്ഷിക്കാൻ വേണ്ടി ഓടി വന്ന ആളാണ് ജഡായു. ജഡായുവിന്റെ 2 ചിറക് അരിഞ്ഞ് കളഞ്ഞിട്ടാണ് രാവണൻ പോകുന്നത്. എന്നിട്ടാണ് ജഡായു നിലത്ത് വീഴുന്നത്. അപ്പോ അതിന് ജഡായു എന്ന് പറയുന്ന സിമ്പിള് തന്നെ ഒരു രക്ഷപ്പെടുത്താനുള്ള ശ്രമവും അതിൽ ചിറകറ്റ് വീഴുന്ന പക്ഷിയും എന്നാണ് എന്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ജഡായു എന്ന് ഈ ലോറിക്ക് പേരിട്ടേക്കുന്നത്. നമ്മൾക്ക് ചിറകുകളില്ല, എന്നാലും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു ശുക്ര റൗണ്ടിലേക്ക് പോവാ. നിങ്ങൾക്ക് കുറെ ഇന്റർവ്യൂസ് എടുത്തതിന് സ്ഥിരം ചോദ്യങ്ങൾ വേണ്ട. സോ ജീവിതത്തില് എന്റെ ശുക്രൻ തെളിഞ്ഞു എന്ന് തോന്നിയ ഒരു നിമിഷം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തില്? ഇതെല്ലാം ഇന്റർവ്യൂ ചോദിച്ചാണ്, ഉത്തരം പറയാം. ചേട്ടനും പറയാൻ കിട്ടിയില്ലല്ലോ. പുള്ളിക്ക് കണ്ണൂർ സ്ക്വാഡ്, എനിക്ക് ബോംബ് കഥ, ഇവന് 18-ാം പടി, ഇവർക്ക് ശുക്രൻ, തുഷാരപ്പിള്ള, ഇഷ്ടം പോലെ ശുക്രൻ. ഇതാണ് ശുക്രൻ മൂവ്മെന്റ് അല്ലേ? ശുക്രൻ മൂവ്മെന്റ് ആണോ? സിനിമയിൽ എത്തിപ്പെട്ടു എന്നത് തന്നെയാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാളിയ ഓക്കെ. ശുക്ര ഉദിച്ച് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പൈസ കൊണ്ട് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? ലോട്ടറി അടിച്ചാല് ആ പൈസ കൊണ്ട് ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം? ഞാൻ എന്റെ സിം മാറ്റും, ഇല്ലെങ്കിൽ എല്ലാവരും മാറ്റും. വീടിന്റെ പെയിന്റ് മാറ്റും. ചേച്ചി എന്ത് ചെയ്യും ലോട്ടറി അടിച്ചാൽ? ഞാനൊരു വീടും
ആ ഇപ്പോഴുള്ള വീട് അത് എന്റെ വേറെ മോൾക്ക് കൊടുക്കും. പുതിയ വീട്ടിൽ ഞാൻ താമസിക്കുന്നത്. അതൊരു കുഞ്ഞു വീടാണ്. അപ്പൊ അത് മാറ്റിയിട്ട് അത്യാവശ്യം അടിപൊളി അടിപൊളി. ഞാൻ നല്ല ആഗ്രഹം. സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന അതാ ഇപ്പോഴത്തെ പിള്ളേര് വേറെ. ഇവള് ജെൻസി അല്ലല്ലോ, ഇവള് ആൽഫയൊക്കെയാ. ജെൻസിയാണോ? 2000 ഇനി വരാൻ പോണേ നീലനൊക്കെയാ. ആണല്ലേ? 2000 ജെൻസിയ. ശരി ശരി. അല്ല ഞാനാണെങ്കിൽ എന്റെ ഇൻഡിവിജ്വൽ കടം മൊത്തം തീർക്കും ആദ്യം. എനിക്ക് അതൊക്കെ ആദ്യം വീട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുഞ്ഞിന്റെ പേരിൽ ഡെപ്പോസിറ്റ് മാറ്റി വയ്ക്കും. എന്നിട്ട് ആളെ സഹായിക്കും ഞാൻ. പിന്നെ 50,000 രൂപ ആളെ ഇവള് ചേട്ടാ ചേട്ടാ ഈ 3000 രൂപയ്ക്ക് ഇതൊക്കെ നടക്കുന്നു. അവിടെ ഉദ്ദേശിച്ചത് 3000 രൂപ ലോട്ടറിയാ. അതിന്റെ മുകളിൽ അല്ല ആദ്യം ഞാൻ പറയാം ഫസ്റ്റ് പ്രൈസ് 1000. ആ 3000 വെച്ച് ഇവൻ കൊച്ചി മറ്റേ കട തുടങ്ങും, മറ്റേത് തട തുടങ്ങും, ഇവിടെ ഒരാൾ വീട് പണിയും. അതല്ല ഒരു കട്ടയെങ്കിലും മേടിച്ചു നോക്കുമ്പോൾ ലോട്ടറി അടിച്ചാലെന്ന് കൊച്ചു ചോദിക്കുമ്പോൾ എന്റെ തലയിൽ എനിക്കുള്ള ഒരു ചിന്ത കാണുമല്ലോ. ആ ലോട്ടറി പക്ഷെ ഇത് നീ കേൾക്കുമ്പോഴേ കുഴപ്പമില്ല. നീ സിം കളയാ. ഞാൻ 100 രൂപയുടെ സിം ഞാൻ തോന്നുന്നു മറന്നു. നിങ്ങളെന്തോരം മറന്നു. വീണ്ടും ഒരു പൊച്ചടിക്കാൻ പോയിന്റ് പോലെ. പ്രൊഡ്യൂസർ കാത്തിരിക്കും ഇത് സക്സസ് ആയിട്ട് രണ്ടാമത് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ ഓൾറെഡി ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ പ്രൊഡ്യൂസർ എന്നൊരു വലിയൊരാൾ മുന്നോട്ട് വരണമല്ലോ. ശുക്രൻ അടിക്കട്ടെ ഈ പടത്തിൽ കൂടെ. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞ ഈ പടം കൊണ്ട് ശുക്രൻ പുള്ളിക്ക് അടിക്കട്ടെ, ബാക്കിയുള്ള ഞങ്ങൾക്ക് കുറച്ച് പ്രൈമറിലി പുള്ളി കാണും. പൈസ അല്ല പറയുന്നത് കൊള്ളാം. ഇപ്പൊ ഓരോ സിനിമ ഇപ്പൊ ഈ സിനിമയുടെ സക്സസ് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ പോലെ തന്നെ ഇത്രയും സെലിബ്രിറ്റീസ് ആണ്, ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുന്നു. ആ പ്രേക്ഷകർ അങ്ങനെയാണല്ലോ നിങ്ങളെ കാണുന്നത്. സോ ഈ റിയൽ ലൈഫ് എങ്ങനെയാ നിങ്ങൾ കാണുന്നത്? ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ. നമ്മൾ കാണുന്ന ഒരു സെലിബ്രിറ്റി ലൈഫ് അല്ല. അല്ല അങ്ങനെ ഉള്ളവരുണ്ട്. ഹ്യൂജ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള പൈസ, അങ്ങനെ ഒരു പൈസക്ക് ഈ പറയുന്ന വലിയ ഈ പറയുന്ന അത്യാവശ്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇല്ലേ, മണി ഫ്രീഡം ഉള്ളവര് പൈസ കഴിഞ്ഞു, അവർക്ക് ആവശ്യത്തിന് അധികം പൈസ എന്ന് പറയുന്നത് പൈസക്ക് ബോധമാണ്. ഇപ്പൊ നാളെ രാവിലെ എണീച്ചോണ്ട് എനിക്ക് EMI എന്ന് ചിന്തിക്കാത്തവരുണ്ടല്ലോ ലോകത്ത്. അങ്ങ് ആ റിച്ച്നെസ് ഉണ്ടാവാം. അപ്പൊ നമുക്ക് എന്റെ ഇപ്പൊ പേഴ്സണലി കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം വരിക എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ വീട്ടിൽ പറയുന്ന സാഹചര്യത്തിൽ റെഡി റിച്ച്നെസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്ഥലത്ത് പോയി ഇപ്പൊ EMI ആദ്യം എടുക്കാതിരിക്കണം. ഒരു ഷർട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അത്ര വലിയ ഇതൊന്നും കാലം, പക്ഷെ അതിപ്പോ വാങ്ങിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അല്ലാതെ നമുക്കൊരു ഭയങ്കര ലക്ഷറി അല്ല. പക്ഷെ അതില്ലാത്ത പോലും ഈ സോ കോൾഡ് സെലിബ്സ് എന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് ഒരുപാട് അവരുടെ കഷ്ടതകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കോടീശ്വരന്റെ ദീനരോധനമാണ്. കോടീശ്വരൻ പക്ഷെ ഞാൻ കോടീശ്വരനാവും സിനിമയിലൂടെ. ഇപ്പൊ മാനിഫെസ്റ്റിംഗ് സീസൺ ആണ്. ചെയ്യാറുണ്ടോ മാനിഫെസ്റ്റിംഗ്? അറിഞ്ഞിട്ടില്ല. അതിന് മധുരമാണോ മാമ്പഴമല്ല നമ്മൾക്ക് എന്തെങ്കിലും ആവണമെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പൊ നടക്കുന്ന ചെയ്യാറുണ്ട്. അതായത് ഇത് ഈ തിയറിയൊക്കെ ഇപ്പോഴല്ലേ റീൽസിൽ വരുന്നത്. അതിനു മുമ്പ് സിനിമ സ്വപ്നം കാണുകയും വിഷ്വൽ ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഓരോരുത്തർക്ക് ശുക്രൻസ് പറഞ്ഞ ഒരു കഥയില്ലേ, അതെല്ലാം നമ്മൾ നോക്കി മാനിഫെസ്റ്റ് ചെയ്യുന്നതല്ലേ. പിന്നെ അതിന്റെ ടെർമിനോളജി ഇപ്പൊ നിങ്ങൾ പോപ്പുലറൈസ് ചെയ്യുന്നേ ഉള്ളൂ. സക്സസ് ആയിട്ടുള്ള ആളുകളാണ്. സീക്രട്ട് ബുക്കൊക്കെ വന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഈ പറയുന്ന മാനിഫെസ്റ്റേഷനും ഇതൊക്കെ വന്നത്. ഇന്ന് ഈ ബുക്കിന്റെ പേര് പലതവണ ഞാൻ കേൾക്കുന്നത്, വായിക്കണം. ഇതിലാണ് മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് പേര് ഷിജിനയ്ക്ക് മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർവ്യൂവർ ആവണമെന്ന് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഷിജിനെ എനിക്ക് ഫസ്റ്റ് നമ്മൾ നല്ല ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഷിജിന ഫസ്റ്റ് ഇന്റർവ്യൂ മീഡിയ ആണ് അറിയായിരുന്നു, അത് മാനിഫെസ്റ്റ് ചെയ്തു. ഓക്കെ, സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതിൽ ശുക്രനുള്ള പങ്ക്. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങളുടെ ഈ ആഗ്രഹം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിൽ എത്തിപ്പെടാൻ ശുക്രനുള്ള ഒരു പങ്ക്. ഈ ശുക്രനോ? അല്ല, ശുക്രൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രഹം എന്തോ ഫണ്ടടിക്കാൻ കൊടുക്കണം.
നമ്മൾ ഹാർഡ് വർക്കും വേണം, നമുക്ക് ആ പകുതി ശുക്രനും വേണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ. ഞാനേ നമ്മുടെ ശ്രീനേട്ടന്റെ പട്ടണപ്രവേശത്തിലെ ക്യാരക്ടറില് അങ്ങനത്തെ ക്യാരക്ടറാണ് ഒരു മനുഷ്യനാവേണ്ടത്. അതായത് അതായത് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തരുന്നത് എന്താണോ പണിയെടുത്ത് അങ്ങനെ പോലീസുകാരനാണ് പാത്രം കഴുകുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾ ആലോചിക്കണം ശ്രീനേട്ടന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത. നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതിന്റെ ഒരു തത്വം പുള്ളി പറയുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ഫോക്കസ് ഔട്ടിന് പല ആളുകളും വരും. ആ പെണ്ണിനോട് പറയുന്നുണ്ട് ഡിസ്ട്രാക്ഷൻ പാടില്ല. അത് രണ്ടാമത്തെ തത്വം. മൂന്നാമത്തെ തത്വം ശ്രീനേട്ടൻ പറയുന്ന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ പെടാൻ പോകുമ്പോ അയാളെ ഉപദേശിക്കുക. അതാണ് തിലകനോട് പറയണേ മൂന്ന് കാര്യങ്ങളാണ് ആ ക്യാരക്ടർ പഠിപ്പിക്കുന്നത്. അങ്ങനെ വേണം മനുഷ്യൻ. അവനവന്റെ ജോലി നല്ല കൃത്യമായിട്ട് ചെയ്യുക, അത് തരുന്നത് എന്തായാലും വൃത്തിയായിട്ട് ചെയ്യുക, അതിൽ ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള ഫോക്കസ് ഔട്ട് ചെയ്യുന്ന ആളുകൾ വരുമ്പോൾ അവരെ ഒഴിവാക്കുക, മൂന്നാമത് നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. അതാണ് ആ മൂന്ന് തത്വങ്ങൾ ആ ക്യാരക്ടർ. ഇതിപ്പോഴും എനിക്ക് കൃത്യം അല്ല ഈ ക്യാരക്ടർ മീൻസ് ഓൾറെഡി നമുക്ക് ഇത് ഓർമ്മയുണ്ട്, പക്ഷെ ഇങ്ങനെ അർത്ഥങ്ങൾ ഉണ്ടെന്ന് ഞാനും ഇപ്പോഴും ഞാനങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. പക്ഷെ ഇപ്പൊ മലയാള സിനിമ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് മനുഷ്യരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കണ്ട ഒരുപാട് നിങ്ങളുടെ ഫേവറേറ്റ് കഥാപാത്രങ്ങൾ ഉണ്ടാവും. ലൈഫിൽ ഇതുപോലെ ആവണം ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടേഴ്സ് ഉണ്ടോ ഇതുപോലത്തെ ഓർക്കുമ്പോ? ഈ ഒരു ക്യാരക്ടർ ചെയ്തല്ല സിനിമയില് ഈ ഒരു ക്യാരക്ടർ അത് ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയാണ് ഞാൻ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് നമുക്ക് തോന്നും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് തോന്നും. സിനിമയിലുള്ള ഈ ഒരു ക്യാരക്ടർ പോലെ ആയിരുന്നെങ്കിൽ അത് ക്യാരക്ടർ പോലെ ആയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് തോട്ടാണ്. അങ്ങനെ ചിന്തിക്കില്ല. ആ സമയത്തുള്ളതാണെന്ന് തോന്നുന്നു. ആ സമയം കാണുമ്പോഴത്തേക്കും കൊള്ളാല്ലേ നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിപ്പോ നമ്മള് ഇൻസ്പയർ ചെയ്യണ പോലെ ഇരിക്കും. ബ്ലാക്ക് ഇറങ്ങി കഴിഞ്ഞ് മടങ്ങിട്ട് ഇറങ്ങുമ്പോ നമ്മളെല്ലാരും നമുക്കല്ലേ അതൊന്നും. രണ്ട് ഇനിയിപ്പോ ലാലേട്ടന്റെ പടം കൊണ്ട് മറ്റേ നരസിംഹം കണ്ടിറങ്ങി സൈക്കിളൊക്കെ ഇറക്കി അല്ലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ലൈഫിൽ പല ക്യാരക്ടേഴ്സും പോവല്ലേ? നിങ്ങളുടെ ഈ സിനിമ ആഗ്രഹിക്കുന്നതുകൊണ്ട് പെർഫോം ചെയ്യണമെന്ന് ഇഷ്ടമുണ്ട് എല്ലാവരും പോകുന്നുണ്ടാവില്ലേ? മമ്മൂക്ക, ലാലേട്ടൻ, നിങ്ങളുടെ മനസ്സിൽ എല്ലാവരും പോകുന്നുണ്ടാവും ഇല്ലേ? എന്നെ കൂടുതൽ ശ്രീനിയേട്ടനാണ്. അല്ല പുള്ളിയുടെ കുറെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിയാ. മറ്റത് നമുക്ക് നടക്കാത്ത കാര്യമാണ്. ലാലേട്ടനെ മമ്മൂക്കായ പോലെ ആവുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യം. അയ്യോ അത് ഒരിക്കലും നമ്മളാവുന്നതിനേക്കാൾ കൂടുതലും ചില നടിമാരെ കാണുമ്പോഴേ ഈ നമ്മളിപ്പം ദേവാസുരത്തില് ചേച്ചിയുടെ പെർഫോമൻസ് കാണുമ്പോ അങ്ങനെ ഒരു ഭാര്യ അതെ ഭാനുമതി പോലല്ലേ അങ്ങനെയൊക്കെ സ്വാതി അങ്ങനല്ല അങ്ങനെയൊക്കെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കാണുമ്പോ ഒരു കുടുംബം അത് നമ്മള് ആഗ്രഹിക്കാറുണ്ട്. അത് പക്ഷെ ഒരു തട്ടിപ്പുടുമ്പോ ബാക്കി കുടുംബമില്ല. പൊതുവെ കുറച്ച് ലെക്ക് കൂടുമ്പം സെലിബ്രിറ്റീസ് കണ്ടാണ് ഈ മോതിരങ്ങൾ കുറെ വജ്രങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ശരിക്കും ലെക്കാണോ അതൊരു ഫാഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും പോസിറ്റിവിറ്റി ഫീൽ ഉണ്ടോ? ശരിക്കും വീട്ടിലടിച്ചു വെച്ചാൽ മകനെടുക്കും. എല്ലാം ഇട്ടോണ്ടാണ്. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇട്ടതാണ്. ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളിലൊക്കെ ഉപരിയായിട്ട് നമ്മളങ്ങ് ഇട്ടു. പിന്നെ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞ മാനിഫെസ്റ്റേഷന്റെ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ തിയറിയുടെ പ്രകാരം നമ്മൾ അതിനെ ഒരു ട്രസ്റ്റ് ചെയ്യുകയും അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. ഇത് ഇട്ട് കഴിഞ്ഞാൽ നന്നാവും നമ്മൾ വിശ്വസിക്കുകയാണ്. ആ ട്രസ്റ്റില് എല്ലാം നന്നാവും. അത്രേ ഉള്ളൂ. ബാക്കി ഇതിന്റെ സയൻസ് പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഹാപ്പിയാണ് അത് ഇടുമ്പോ. അത്ര ഞാൻ നോക്കി മനസ്സിൽ തോന്നുന്ന ഒരു പരിപാടി സാധനം ഇത് ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് എപ്പോഴും എല്ലാം പോസിറ്റീവായിട്ട് കണ്ടാൽ അതെ. ഇപ്പം നിങ്ങളിപ്പോൾ സക്സസ് ആയിട്ടുള്ള ആളുകളാണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സക്സസ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ കുറച്ചും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവർക്ക് സിനിമയിൽ എത്തിപ്പെടാനുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും അതാണ് ടോപ്പിക്. അപ്പൊ അവരൊക്കെ വിഷ് ചെയ്യുന്നത് നിങ്ങൾ മാറും ഈ സീറ്റ് ഇരുന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് കളിക്കുക. അവർക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നടന്നു എന്ന രീതിയിൽ. സോ അവരിപ്പോഴും ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? കാരണം
വേണമെങ്കിൽ നമുക്ക് പകുതിക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പൊ ഏജ് ഒരു നമ്പർ അല്ല, കാരണം ഇന്നത്തെ കാലത്ത് മലയാള ഒരുപാട് ഏജ് ആയിട്ടുള്ള ഇപ്പൊ സക്സസ്ഫുള്ളി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അവരോട് എന്താ പറയുള്ളത്? ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും പറയാൻ കാണുക ബേസിക്കലി അല്ലേ. മോള് സിനിമയിൽ വന്നപ്പോഴത്തേക്കും മോളുടെ പ്രായത്തിലുള്ള ഇതുപോലെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള എടുത്ത് എന്താ പറയുന്നത് ശുക്രൻ അഭിനയിച്ചതിന് ശേഷം? ശുക്രൻ അഭിനയിച്ച ശേഷം കുറേ പേർക്ക് ചമ്മലൊക്കെ ഉണ്ടാവും ഇപ്പോൾ. അതായത് എൻ്റെ പ്രായത്തിലുള്ള ഏകദേശം കുറേ പേർക്ക് ചമ്മലൊക്കെ ഉണ്ട്. എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പം അത് മാറിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ചമ്മലിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് മാറ്റണം. പിന്നെ ചില ഫ്രണ്ട്സ് അവളുടെ ഒരു കുഞ്ഞാണ്, പഠിക്കുന്ന കുഞ്ഞാണ്. ഇനി ഞങ്ങൾ ഉപദേശിക്കാൻ നീ ആരടി എന്നുള്ള കമന്റ് വേണ്ട, അതുകൊണ്ട് അയ്യോ അവളുടെ റേഞ്ചിൽ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ചില ഫ്രണ്ട്സും ഉണ്ടാവും, കളിയാക്കാനുള്ളവരുണ്ടാവും. കളിയാക്കാനുള്ളവർ മൈൻഡ് ചെയ്യണ്ട. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. എത്ര ഉണ്ടോ അവര് പിള്ളേര് ഭയങ്കര ഈ പ്രായത്തിൽ നമ്മളായിരുന്നു എക്സാക്ട്ലി ഇങ്ങനെ പറഞ്ഞടാ ബിബി, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് അസീസിക്ക സംഭവം ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യണം, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട വിട്ടളാ. ഞാൻ മെന്ററായിരുന്നു, ഞാൻ കുറെ പേരുടെ മെന്ററായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കാനും വളരെ റെയർ ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിൽ ഏതോ ഒരു കോണ്ടെക്സ്റ്റിൽ എഴുതിയ പോസ്റ്റിൽ ലാസ്റ്റ് വരി എഴുതിയത്, നമ്മളെല്ലാം പാവങ്ങളാണ്, നമ്മൾ ഒരുമിച്ച് ജയിക്കാനുള്ള നമ്മളെല്ലാം അല്ലാതെ പറയുന്നത് കള്ളം. നമ്മൾ അങ്ങനെ ഒരാളുണ്ട്, മനുഷ്യനാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ വന്നവനാണെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളൊരു ചെറിയ അതെന്താന്നറിയാമോ, ഈ നമ്മളുടെ ജനനം മുതൽ മരണം വരെ ഈ പരിണാമത്തിൽ പറഞ്ഞിരിക്കുന്ന, പരിണാമ സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന അർഹതയുള്ളവരുടെ അതിജീവനമാണ് ജീവിതം എന്നാണ്. നമ്മളിങ്ങനെ ഫൈറ്റ് അല്ലേ, നമുക്ക് ഏത് കാര്യമാണോ നമ്മൾ ഓപ്പോസിറ്റ് പോകും, നമ്മൾ നേരെ പോകുമ്പോ അതിന്റെ നേരെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ. ഇത് ഭയങ്കര സൗന്ദര്യമുള്ള ഭൂമി അല്ല, മെർസിലെസ് ലാൻഡ് ആണ്. നമ്മളിതൊരു നമ്മളുണ്ടാക്കിയ സിസ്റ്റം നമ്മളെ കംഫർട്ട് ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണ്. വി ക്രിയേറ്റഡ് ദിസ് ടു, അതായത് നമ്മളെ കംഫർട്ട് ചെയ്യാൻ ഹ്യൂമാനിറ്റി. ആലോചിക്കും, ഇത്തിരി പോണം ബുദ്ധി വെച്ചിട്ടുള്ള കളിയായിരുന്നു നമ്മള്. ഇത്തിരി പോണം ബുദ്ധി വെച്ചിട്ടേ ചേട്ടാ ആനത് ഇത്ര ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഉത്സവപ്പറമ്പിൽ നിർത്താനുള്ള ബുദ്ധി എവിടെ നോക്കി. ഉണ്ടായിരുന്നെങ്കിൽ ഉത്സവപ്പറമ്പില് അല്ലെങ്കിൽ തടി പിടിക്കാനായിട്ടുണ്ടാവും വലിയ കഴയൊക്കെ കെട്ടി സിംഹത്തിന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. ഇതേ സിംഹത്ത് ഇതേ ഫോട്ടോ ഓറങ്ങുട്ടന്റെയും കൂടെ എടുക്കുന്നുണ്ട് സിംഹമായി. അപ്പൊ സിംഹം മുഖേഷിന്റെ പറഞ്ഞ വലിയ വിലയാണ് സിംഹം. എല്ലാ മനുഷ്യനും പേടിയുള്ള പാമ്പ, അതിനെയും എനിക്ക് ബാബാ സുരേഷ് വന്നു ഇതിലേക്ക് എടുത്തു വെച്ച് ഇത് 8 വയസ്സുള്ള സ്ത്രീ എന്നൊക്കെ പറയുന്ന ഇതിലേക്ക് എത്തിയില്ല മനുഷ്യൻ. പക്ഷെ ഓരോ ഇന്റർവ്യൂ പുതിയ പുതിയ കാര്യം കിട്ടണേ. ഇതിപ്പം ഞാൻ ആ ട്രാക്കിലേക്ക് പോകുന്നു. വളരെ ഇന്റലക്ച്വലും മണ്ടന്മാരുമായ ഞങ്ങൾക്ക് എന്താ പറയാ, അതൊരു പരമ്പുകളില്ല, നമുക്കൊന്നും അറിഞ്ഞൂടാത്തോണ്ട് എന്തും പറയാം. ഏറ്റവും ഫ്രീ ആയിട്ട് ഏറ്റവും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫിലോസഫി കുത്തി ഇരുന്ന് ഫിലോസഫി അനുഭവം വെച്ചിട്ട് അടിക്കുക. നിങ്ങൾ സെലിബ്രിറ്റീസ് പറയുന്ന റീൽ ആയിട്ട് വരും മോട്ടിവേഷനിൽ ഇതിന് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതിന് 100 നമ്മൾ എത്ര നല്ല സത്യം പറഞ്ഞാലും 5 പേര് പറയും പറഞ്ഞ് കറക്റ്റ് ആട്ടോ. അപ്പൊ 6ാമത്തെ എല്ലാവരും 5 പേര് കറക്റ്റ് ആയിട്ട് പറയും. എനിക്ക് വ്യത്യസ്തനാണ് ഇവനെന്താ ഇവനെന്താവണോ ഇതൊക്കെ ആരാധന ചോദിക്കാറുണ്ട് മെയിൻ കമന്റ്. സോ എനിക്ക് കോൺവെർസേഷൻ നീട്ടി കൊണ്ടുപോകുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ സമയം ഒരു ഡയലോഗ് നിർത്താം. പുതിയ വീട് വെച്ചപ്പോളേ, ഒരു വീട് വെക്കാൻ ഞാനൊക്കെ എന്താണ് കടകാരടിച്ചെന്നൊക്കെ എനിക്കറിയാം. വീട് വെച്ചിട്ട് അടിയിൽ ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഞാൻ എന്റെ കൊച്ചിന്റെയും വൈഫിന്റെ കാര്യം അമ്മച്ചിയുടെ കാര്യം നോക്കൂ, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിൽക്കൂ, ഭക്ഷണം കൊടുക്കണൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു സൈഡിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അവര് പറഞ്ഞ ആ പൈസ ഉണ്ടായിരുന്നു അല്ലെ, അവര് പറഞ്ഞ ആ പൈസ ഉണ്ടായിരുന്നു ഇപ്പൊ ലോൺ അടച്ചല്ലേ.
Real and real എന്നൊക്കെ പറയുന്നത്. ബേസിക്കലി ഈ ശുക്രൻ അടിക്കണമെന്ന് മനസ്സിലായല്ലോ ഈ പടം. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. സോ എന്തായാലും തിയേറ്ററിൽ ഈ സിനിമ ശുക്രൻ അടിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. സോ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അങ്ങോട്ട് സക്സസ് ആവട്ടെ, എല്ലാവരുടെ ലൈഫിലും സക്സസ്ഫുൾ സിനിമകൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.